താമരശ്ശേരി കക്കാട് ഷിബിലയെ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആ വീട്ടിലെ ബഹളം കേട്ട് അവിടെ ഓടിയെത്തിയ ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ്. നാസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചേട്ടൻ ഇവിടെ വരുമ്പോൾ എന്താ ശരിക്കും കണ്ടത്? ഞാനിവിടെ വരുമ്പോൾ അവന് അവളെ പരിക്കേൽപ്പിച്ചിട്ട് കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തിനെയും പരിക്കേൽപ്പിച്ച് കത്തി വീശി വരികയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തപ്പോൾ എൻ്റെ നേരെയും കത്തി വീശി. അപ്പോൾ ഈ ചെറിയ സൈക്കിൾ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ സൈക്കിൾ എടുത്ത് വീശുകയും ചെയ്തു. അവൻ ആ കാറിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഈ സൈക്കിൾ എടുത്തിട്ട് ഞാൻ എന്താക്കി കാറിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു. കുഞ്ഞി എന്ന് പറഞ്ഞ ആളെന്താക്കി കാറിൻ്റെ മുകളിലേക്ക് ഗ്ലാസ് കല്ലെടുത്ത് എറിഞ്ഞു. അങ്ങനെ അവൻ പോയി. വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ കത്തിൻ്റെ പാടുണ്ടായിരുന്നു. നിങ്ങൾ വരുമ്പോൾ തന്നെ അങ്ങനെ കുത്തിയ പാട്? വരുമ്പോൾ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് മുറിയായിട്ടുണ്ടായിരുന്നു, ബ്ലഡിലായിരുന്നു. പിന്നെ എടുത്തു അവരെയും കൊണ്ട് ഇവിടെ പെട്ടെന്നുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഇങ്ങനപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി. അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയായിരുന്നു. ഇത് ഈ ഷിബിലയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണോ ഈ ഷിബിലയുടെ അച്ഛനും അമ്മയ്ക്കും? അന്നപ്പോൾ ഞാൻ അടത്തിയിട്ടില്ല. അതായിരിക്കണം സംഭവം. ആദ്യം അവളെയാണ് ആക്രമിച്ചതെന്നാണ് പറഞ്ഞു കേട്ടത്. അവളെ ആക്രമിച്ചപ്പം തടുക്കാൻ നിന്ന ഈ വ്യക്തിയെ അവർക്കും കുത്തുകൊണ്ടു. അവരുടെ ഉമ്മയുണ്ടായിരുന്നു, ഉമ്മക്കും കുത്തുകൊണ്ടു. ഉമ്മൻ്റെ ഉമ്മൻ്റെ പുറഭാഗത്തായിരുന്നു മുറിവുണ്ടായിരുന്നത്. ഇവിടെ തടുക്കാൻ വന്ന വ്യക്തി ഉപ്പൻ്റെ മൂർത്താവിലും പെരടിൻ്റെ സൈഡിലും 2 മുറിവുകളുണ്ട്, ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഇയാളുടെ പെരുമാറ്റമൊക്കെ ഈ ലഹരി ഉപയോഗിച്ചതുപോലുള്ളതായിരുന്നു? ഒരു ടെറർ മൈൻഡിലാണ് പുള്ളി വന്നത്. പുള്ളി ഭയങ്കര കത്തിയൊക്കെ വീശി വീശിയാണ് നടന്നു പോകണം. പെട്ടെന്ന് വണ്ടി എടുത്തോട്ട് പോവുകയും ചെയ്തു. കാറെടുത്ത് പോയതാണ്. നിങ്ങൾ ഈ സൈക്കിൾ എടുത്ത് ഈ കാറിൻ്റെ മുകളിലേക്ക് എറിയാണ്? അതെ, നമ്മളെ നേരെ അറ്റാക്ക് വന്നപ്പോൾ പെട്ടെന്ന് കിട്ടിയത് ഈ സൈക്കിൾ സൈഡിലായിരുന്നു. ആ സൈക്കിൾ എടുത്തിട്ട് വീശിയതായിരുന്നു. എടുത്തിട്ട് അവൻ വണ്ടി എടുത്ത് പോയപ്പോൾ കാറിൻ്റെ മുകളിലേക്ക് ഇതെടുത്ത് എറിയുകയും ചെയ്തു. ഏതായാലും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് നാസർ. ആ സമയത്തെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്, അദ്ദേഹം കണ്ട ചില കാര്യങ്ങളാണ് നാസർ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയത്.